നമ്പറില്ല. അവിടെ ഒരു ഐക്യമുന്നണി രൂപീകരിച്ചു കഴിഞ്ഞു. അവിടെ എല്ലാവരും ഇതിനു മുമ്പ് ചർച്ച തുടങ്ങുന്ന മുമ്പ് ഞാൻ പറഞ്ഞു ഇവരല്ല ഒന്നാന്ന് പറഞ്ഞില്ലേ, ഓളത്തിൻ വൺ നമ്പറില്ല. അത് കേരളത്തിലെ എവിടെ പോയാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഇത് പ്രേക്ഷകർക്ക് നല്ലൊരു ആസ്വാദകന് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇവിടെ നേരത്തെ ചോദിച്ചിരുന്നു ഇവിടുത്തെ ഓഡിയൻസ്, അതൊന്നും മനസ്സിലാക്കാൻ ആളുകളെ അടുപ്പിക്കുക, അത്രേ ഉള്ളൂ. അടുപ്പിക്കുകയാണ് എന്റർടൈൻമെന്റ് ഭാഗമാണ്. നേരത്തെ വിജയ് ഫാൻസിലെ ചേട്ടന്റെ പേര് എനിക്കറിയില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു ആവറേജ് പടം പോലും ഞങ്ങൾ എന്തോ സംഭവമാക്കി കാണിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ചേട്ടൻ പറഞ്ഞത് നേരത്തെ അങ്ങനെ. അപ്പൊ വ്യൂവേഴ്സിനോട് ചെയ്യുന്ന നന്ദികേടല്ലേ അത്? തെറ്റായ കാര്യമല്ലേ ഇവര് ചെയ്യണത്? അല്ല, നല്ല കാര്യങ്ങൾ നിങ്ങൾ നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിനോട് ചേട്ടൻ പറഞ്ഞതിനോട് മാത്രമാണ്. അതായത് തെറ്റായ ഒരു കാര്യമല്ല, ആവറേജ് ആണെന്ന് സ്വയം തോന്നിയ ഒരു പടത്തെ സംഭവമാക്കി കാണിക്കുന്നു. ചേട്ടനാണ് പറഞ്ഞത്. ചേട്ടൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ സിനിമകളെ പറ്റി നിങ്ങൾ പറയുന്നുണ്ട്. എന്തോരം സിനിമ ഞങ്ങള് സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അതിന് ഒരുപാട് ആളുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല. ഞാൻ പേരെടുത്ത് പറയാം. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം വന്ന പൊന്മാൻ ഏറ്റവും കൂടുതൽ നേടിയ സിനിമ പൊന്മാൻ എന്നുള്ള കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഗംഭീര 2 സിനിമകൾ കഴിഞ്ഞ കൊല്ലത്തെ എക്കോ എന്നുള്ള സിനിമയും പൊന്മാൻ എന്നുള്ള സിനിമയാണ്. ഇത് നിങ്ങൾ ഫാൻസി ഹിറ്റാക്കി പറഞ്ഞു അല്ല. അതേസമയം മാത്രമല്ല സാർ, എക്കോ എന്നുള്ള പടം ഈ സിനിമ ഞാൻ ഫസ്റ്റ് ഡേ വർഷം കാണാൻ പോയതാ. അത് ആളില്ല കണ്ടിട്ട് നല്ലതാണ് ഓരോ റിവ്യൂസും പറഞ്ഞതിന് ശേഷം ഈ പടം ഗംഭീര ഹിറ്റാ. ഞാൻ തിരിച്ചു ചോദിക്കുന്നത് വേറെ അതിനുള്ള മറുപടി എന്താണ്? എന്താ സാർ വേറെ റിലേറ്റ് ചെയ്യാൻ ചോദിക്കുന്നത്? ഇവിടെ ഉമ്മൻചാണ്ടി സാറും അല്ലെങ്കിൽ പിണറായി സാറും മുഖ്യമന്ത്രിയായത് പാർട്ടിക്കാർ മാത്രം വോട്ട് ചെയ്തിട്ടല്ലോ. അതെന്തുകൊണ്ടാ? അവര് അനുഭവമുള്ള ആളുകൾ അല്ലെങ്കിൽ ആ സമയത്ത് കാണുന്ന നല്ല പ്രവണത. കാലഘട്ടത്തിനകത്ത് നല്ലതാണെങ്കിൽ അവർക്ക് സാധിക്കത്തില്ല. ഒരു അവസരം തന്നു. ഈ മമ്മൂട്ടി ഫാൻസ് മമ്മൂട്ടി പടം മാത്രം കാണാനും മോഹൻലാൽ ഫാൻസ് മോഹൻലാൽ ഫാൻസ് അത് മാത്രം കാണാനായിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ ഇവിടെ പിന്നെ സിനിമയില്ല. ഒന്ന് പറഞ്ഞേ സിനിമയില്ല. ഇതിനകത്ത് 870 മുകളിൽ സ്ക്രീൻസ് ഉണ്ട് കേരളത്തിൽ. നമ്മുടെ നിലവിലെ ഒരു കണക്ക് വെച്ചാൽ 870+. അതിലൊരു നേർ പകുതി സിനിമ ഇറങ്ങി കഴിഞ്ഞ ദിവസം ഒരു 184 പടം ഇറങ്ങി. എത്ര സിനിമ ഓടി? അതിലൊരു 20 സിനിമ ഓടിക്കാണും. മുടക്കുമതിൽ തിരിച്ചു പിടിച്ചത് ഇത്. അപ്പം ഇത്രയും സ്ക്രീനുകളുള്ള 200 നന്ദിയായിട്ടുണ്ടോ? ഇല്ല, നന്ദിയായിട്ട് ഒരിക്കലും ഇല്ല, എവിടെയില്ല. നന്ദിയായിട്ട് എവിടെ ചെന്നാലും വാനിഷായി പോവാ. ഈ പറയുന്ന ഇത്രയും സ്ക്രീൻസ് ഉള്ളിടത്ത് ഈ ഫാൻസ് അസോസിയേഷൻ പറഞ്ഞ കാര്യത്തിലുള്ള എതിരോ അല്ലെങ്കിൽ ഫാൻസ് അസോസിയേഷൻ വേണ്ട എന്നുള്ളതല്ല. ഇദ്ദേഹം പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടുള്ള സാധനമാണ് പറയുന്നത്. ഈ ഒരു അതാണ് തുടക്കത്തിൽ പറഞ്ഞൊരു കണ്ടന്റിന്റെ സംഭവം. അതിൽ നേർപകുതി ഒരു 400 സ്ക്രീൻസിൽ ഒരു സൂപ്പർ സ്റ്റാർ പടം അല്ലെങ്കിൽ താരചിത്രങ്ങൾ റിലീസ് ചെയ്യും. ഈ ഒരു തിരുവനന്തപുരത്തോ ഒരു കോഴിക്കോടോ അല്ലെങ്കിൽ ഒരു എറണാകുളത്തോ ഒരു ആഘോഷം നടത്തിയോണ്ടോ ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെണ്ടകൊട്ടി പ്രകടനം നടത്തിയോണ്ടോ കട്ടപ്പനയിലോ തോപ്രാംകുടിയിലോ ആള് കയറാൻ പോകുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.